ഇത് കുമ്പളങ്ങിയിൽ നിന്ന് വന്ന വഴിയാണ് കേട്ടോ. കുമ്പളങ്ങിയിൽ നിന്ന് വരുമ്പോൾ പെരുമ്പടപ്പ് കുമ്പളങ്ങിയിൽ നിന്ന് വരുമ്പോൾ ഇവിടെ ഒരു ചപ്പാത്തി കടയുണ്ട്. INCR ഈഡിബിൾ ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട്. ആ കടയുടെ ഫ്രണ്ടിൽ ഒരു സ്ലാബ്. ഇത് നടപ്പാതെയാണെന്നുള്ള ബോധം ഈ കോർപ്പറേഷൻ്റെ ആൾക്കാർ സ്ലാബ് ഇടുന്ന സമയത്ത് കാണിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു സ്ലാബ്, ഇത് ഗൂഗിൾ മാപ്പിൽ ഒരു വർഷം മുമ്പ് പൊടിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഫോട്ടോ ഞാൻ ഇടുന്നതാണ്. ഒരു അമ്മൂമ്മ വരണോ ചോദിക്കും. അപ്പോൾ ആ അമ്മൂമ്മക്ക് ആ സ്ലാബ് ഉണ്ടെങ്കിൽ അതിലേക്കൂടി നേരെ നടക്കാം. അപ്പോൾ ഈ അമ്മൂമ്മക്ക് ഇതിലേ വരണമെന്നുണ്ടെങ്കിൽ ഈ സ്ലാബ് ഇല്ലാത്തതുകൊണ്ട് നേരെ കാണയിലേക്ക് പോകും. ഇതൊരു മഴ ഉള്ള സമയത്താണെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇതിലേക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കൗൺസിലറോ അല്ലെങ്കിൽ ഇവിടെ MLA MP അങ്ങനെയുള്ള ആരെയും അവരെ പറഞ്ഞിട്ടല്ല. അവർ ഈ സ്ലാബ് ഒക്കെ കിടക്കുന്ന ആൾക്കാരല്ല. കൗൺസിലർക്ക് പ്രതികരിക്കാമല്ല. അതേപോലെ ഇത് സ്ലാബ് വേറെ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗശൂന്യമായിട്ട് മാറ്റിയിട്ട സ്ലാബൊക്കെ ഉണ്ടാവും. അതൊക്കെ എടുത്തിടാമല്ല. ഒരാൾ വീണ് കയ്യോ കാലോ ഒടിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ പ്രതികരിക്കുകയുള്ളൂ. ഇതൊന്നാമത് ഈ കടയിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ മഴ വീണ സമയത്ത് കാണയിലൊക്കെ വീണാൽ ഈ പരിസരത്തുള്ളതാണോ? വീഡിയോ ആണ്. ഈ പരിസരത്തുള്ളതാണോ? ഇവിടെ ആർക്കും ഒരു പ്രതികരണം ഒന്നും ഒരു വിഷയമല്ല. ഈ സ്ലാബ് ഒരു മാസം മുമ്പ് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കണതാണ്. ഇവിടുത്തെ കൗൺസിലർ ആരാന്നറിയോ? കോൺഗ്രസ് ആണോ, കമ്മ്യൂണിസ്റ്റ് ആണോ, BJP ആണോ? അത് പറയാൻ പാടില്ല. കൗൺസിലറുടെ പേര് ഞാൻ ഇതിൽ ഇടാം കേട്ടോ. ഇതിൽ ഈ സ്ലാബ് എത്ര നാളായിട്ട് പൊളിഞ്ഞു കിടക്കണേ? ഇവിടെ പല പ്രാവശ്യം കംപ്ലൈൻറ്റ് ചെയ്താണ്. ഇത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉറപ്പായിട്ട് കാണയിലേക്ക് വീഴും.